തിരികെ വാർത്തയിലേക്ക്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 5ാം ദിവസം. വീണ്ടും മഴ വന്നതോടെ തിരച്ചിൽ മന്ദഗതിയിലായി. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലുമുണ്ടായി. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇതോടെ തടസ്സപ്പെട്ടു. Don't blame that they are not working. They are working by 24/7. Night also we cannot work because siding we cannot say that Baba how it will come and all this. This is a mistake. What we have during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when the blasting happens, no, it leaves one connectivity of the mud. No, it slowly opens, and when the water pours inside, no, it will crack in between, and it will collapse. തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നും സംഭവസ്ഥലത്തുള്ള അർജുന്റെ ഭാര്യ സഹോദരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അർജുന് ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ പറഞ്ഞു. ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോടെ തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. ശ്രമിക്കുന്നുണ്ടാവും, എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആള് പറഞ്ഞതുകൊണ്ടോ ഇന്നാൾ പറഞ്ഞതുകൊണ്ടോ ഇല്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഞാനുണ്ട്, അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിനും ഉണ്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുന്റെ കുടുംബം. നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസമുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നെങ്കിലും രാത്രിയോടെ തിരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അർജുന്റെ സഹോദരി പ്രതികരിച്ചു. ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആണ് വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഈ ദുരന്തത്തെ അർജുൻ അതിജീവിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ലോറി ഉടമ മനാഫ് ന്യൂസ് 18നോട്. ക്യാബിൻ തകർന്നില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോറിയുടെ ഉടമ മനാഫാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഏതായാലും മനാഫ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ഇതാക്കി എടുക്കാൻ പറ്റും. എത്രത്തോളം മണ്ണ് മാറ്റാനുണ്ട്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മണ്ണ് മാറ്റാനുള്ള അധികം മണ്ണൊന്നുമില്ല. GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണെങ്കിൽ അധികം മണ്ണില്ല. നമ്മളെ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മണ്ണില്ല. പക്ഷെ കുറച്ച് ഉള്ളോട്ടേക്കാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വേറെയും 10 ആളോളം ഇഞ്ഞും അതിൻ്റെ ഉള്ളിലുണ്ട്, 10ൽ കൂടുതൽ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലോക്കൽ ഒരാൾ വന്നിട്ട് കുറച്ച് കളക്ടറായിട്ടൊക്കെ ചൂടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ചായപ്പീടിയുണ്ട്, ആ പീടിയൻ്റെ മേലേക്കാണ് ഈ ഭാഗത്തുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലെ ആളുകൾ ഉണ്ടെന്ന് അന്ന് മുതലേ പറയുന്നുണ്ട്. അതിനെ പിന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും വേറെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. അർജുൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് എത്രത്തോളം കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട്? ഇല്ല, ഇതിപ്പോൾ ഇന്നത്തേക്ക് 5 ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. 5ാമത്തെ ദിവസം സ്റ്റാർട്ടായി. ഇത് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അതിൻ്റെ കമ്പനീൻ്റെ ആളുകൾ പറയണ്. ആ പ്രതീക്ഷയും പിന്നെ അതേമാതിരി അതിലിപ്പോൾ എല്ലാ സാധനവും വണ്ടിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളമുണ്ട്, ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വണ്ടിൻ്റെ ക്യാബിൻ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കമ്പനി പറയുന്നത്.
വലിയ കല്ലൊന്നും വന്ന് അടിച്ചാലേ ആ ക്യാബിന് ഉടയുള്ളൂ എന്നും പറയുന്നത്. വലിയ ക്യാബിനൊന്നും പരിക്കില്ലെങ്കിൽ ചാൻസ് ഉണ്ട്, നമ്മളിപ്പോഴും ചാൻസ് ഉണ്ട്. ഇന്നലെ വരെ മൊബൈൽ റിങ് ചെയ്തിക്കണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട്. എന്തായാലും ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ഒപ്പം ഇതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഊർജിതമായ തെരച്ചിൽ വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നതും. യാത്ര വൈകിയത് കൊണ്ട് മാത്രമാണ് ശിരൂർ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പത്തനംതിട്ട സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ ഹംസ. സ്ഥിരമായി വിശ്രമിക്കാറുള്ള പ്രദേശമാണ് ശിരൂർ. പുതിയ പാത വന്നതിന് ശേഷം പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വെളുപ്പിന് 3 മണിക്ക് നേരത്ത് വെള്ളമെടുത്ത് ബാക്കിയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം 1 മണിക്കൂർ താമസിച്ച്, ഇല്ലെങ്കിൽ ഞങ്ങളും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടത്തില്ല, പോലീസുകാർ പിന്നെ വണ്ടി തിരിച്ച് വിട്ട് പിന്നെ മല വഴിയൊക്കെ കറങ്ങിപ്പോകണം. അത് കാരണം 5 ദിവസം കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. ഈ വഴി സ്ഥിരം വരുന്നു. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെയാണ് കൂടുതലും മണ്ണിടിച്ചിൽ. ഇവിടെ ഇടിയും എല്ലാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇടിയും. പിന്നെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്തു തരാറില്ല. അതേപോലെ അവരിപ്പോൾ അവിടെ ചെന്നു വണ്ടി തിരിച്ചു ഇവിടെ കൊണ്ടുവിട്ടു, അവരവരുടെ ഇതിന് പോയി. അപകടം നടന്ന് 7 പേർ മരിച്ചു. വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പോകാനോ അല്ല മറ്റുള്ള ഇതെല്ലാം അവരുണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി എത്തിയ ഈ സംഭവം നടക്കുന്നത് 8:45. ആ സമയത്ത് നമ്മൾ എത്തണ്ട. ഇവിടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി ഓരോരുത്തർക്ക് താന്നും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്.